രാഷ്ട്രീയത്തിലെ കലുഷിത കാലഘട്ടങ്ങളിൽ ഒന്നാണ് 1975, 1977 അടിയന്തരാവസ്ഥ. ഈ കാലയളവിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിച്ച നിലപാടുകളും പരസ്പര സഹകരണങ്ങളും ഇന്നും സജീവ ചർച്ചാ വിഷയങ്ങളാണ്. അടുത്തിടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയും അതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നൽകിയ വിശദീകരണവും ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി CPIM സഹകരിച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് MV ഗോവിന്ദന്റെ പരാമർശം. എന്നാൽ ഈ പ്രസ്താവനയെ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് ഇടതുപക്ഷം ജനതാ പാർട്ടിയുമായാണ് അന്ന് സഹകരിച്ചതെന്നും അന്ന് ജനതാ പാർട്ടിയുടെ നിലപാട് വർഗീയമായിരുന്നില്ലെന്നും M സ്വരാജ് വിശദീകരിച്ചു. ഈ വിഷയത്തെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളുടെയും രാഷ്ട്രീയ നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. 1975 ജൂൺ 25 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. പൗരാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും പ്രതിപക്ഷ നേതാക്കൾ തടവിലാക്കപ്പെടുകയും മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ സാഹചര്യത്തിൽ ഫാസിസത്തിനെതിരായ പോരാട്ടം എന്നതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനതാ പാർട്ടി അടിയന്തരാവസ്ഥക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രതീകമായി മാറി. കോൺഗ്രസോ സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനതാ സംഘം തുടങ്ങിയ നിരവധി പാർട്ടികൾ ജനതാ പാർട്ടിയിൽ ലയിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്തു. CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്തിരുന്നു. ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ പരമാവധി ജനകീയ ഐക്യം കെട്ടിപ്പടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവർ തിരിച്ചറിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ജനതാ പാർട്ടിയുമായുള്ള സഹകരണം ഉയർന്നു വന്നത്. M സ്വരാജ് വ്യക്തമാക്കിയതുപോലെ ഇടതുപക്ഷം നേരിട്ട് RSSുമായല്ല, മറിച്ച് അന്ന് വർഗീയ നിലപാടില്ലാത്ത ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചത്. ജനതാ പാർട്ടിയിൽ ഭാരതീയ ജനസംഘം ലയിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ജനസംഘത്തിന്റെ പ്രധാന സംഘാടക ശക്തി RSS ആയിരുന്നു താനും. എന്നാൽ ജനതാ പാർട്ടിയുടെ രൂപീകരണം ഒരു വലിയ രാഷ്ട്രീയ വിട്ടുവീഴ്ചയുടെ ഭാഗമായിരുന്നു. വിവിധ പ്രത്യയശാസ്ത്രങ്ങളെയും രാഷ്ട്രീയ ധാരണകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരാവസ്ഥയെ തകർക്കുക എന്ന പൊതുലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു വിശാല സഖ്യമായിരുന്നു അത്. ഈ ഘട്ടത്തിൽ ജനതാ പാർട്ടിക്ക് ഒരു വർഗീയ നിലപാട് ഔദ്യോഗികമായി ഉണ്ടായിരുന്നില്ല, മറിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു അതിന്റെ മുഖ്യ അജണ്ട. എന്നാൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷവും, പ്രത്യേകിച്ച് പിന്നീട് പാർട്ടിക്കുള്ളിൽ RSSന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു. 1984 ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം CPIMനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. RSS നിയന്ത്രണത്തിലുള്ള ജനതാ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർന്നു. ഈ ഘട്ടത്തിൽ CPIMന്റെ അമരക്കാരനായിരുന്ന EMS നമ്പൂതിരിപ്പാട് എടുത്ത നിലപാട് നിർണായകവുമായിരുന്നു. RSS വോട്ട് വേണ്ടെന്ന് EMS പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ നിലപാട് ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളുടെ വ്യക്തമായ പ്രതിഫലനമായിരുന്നു. അന്ന് 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം വിജയിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഇത് വർഗീയ ശക്തികളുടെ പിന്തുണയില്ലാതെയും വിജയം നേടാമെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു. ജനതാ പാർട്ടിക്കുള്ളിൽ RSSന്റെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ പിന്നീട് കോൺഗ്രസ് RSS പിൻബലമുള്ള ജനതാ പാർട്ടിയുമായി സഹകരിച്ചുവെന്ന M സ്വരാജിന്റെ പ്രസ്താവനയും ശ്രദ്ധേയമാണ്. ഇതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കാസർഗോഡ് O രാജഗോപാൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ചതും EMS ഗവൺമെന്റിന്റെ പുറത്താക്കാനുള്ള സമരത്തിൽ RSS പിന്തുണ നൽകിയതും പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കാൻ RSS കോൺഗ്രസ് പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയതുമാണ്. ഈ സംഭവങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലാകാലങ്ങളായി രൂപപ്പെട്ടുവന്ന സഖ്യങ്ങളുടെയും രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുടെയും സൂചകങ്ങളാണ്. പ്രത്യയശാസ്ത്രപരമായ അതിർവരമ്പുകൾ മാറ്റി നിർത്തിക്കൊണ്ട് താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി വിവിധ കക്ഷികൾ സഹകരിച്ചിരുന്നതിന്റെ ചരിത്രം ഇതിലൂടെ വെളിപ്പെടുന്നുണ്ട്. MV ഗോവിന്ദന്റെ പരാമർശം ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യം ചേരുന്നതിനെ കുറിച്ചുള്ള വിമർശനത്തിനിടെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷം വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യാത്ത നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നത്. M സ്വരാജ് ഊന്നി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വർഗീയവാദിയുടെ വോട്ടിന് വേണ്ടി അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവർ അല്ല LDF. അങ്ങനെ വന്നാൽ ഇടതുപക്ഷം അല്ലാതെയാകും. ഈ പ്രസ്താവന ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രത്തെയും നിലപാടുകളെയും വ്യക്തമാക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും സമത്വവൽക്കരിക്കുന്ന ഇക്വേഷനുമായി യോജിക്കാൻ കഴിയില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയതും ഈ നിലപാടിന് ശക്തി പകരുന്നുണ്ട്. ഇടതുപക്ഷം എന്നും മതനിരപേക്ഷതയ്ക്കും സാമൂഹ്യ നീതിക്കും വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത്. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്നത് ഈ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്നതിന് തുല്യമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഫാസിസത്തിനെതിരെ ജനതാ പാർട്ടിയുമായി സഹകരിക്കുമ്പോൾ പോലും RSS സ്വാധീനം തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ നിന്നും വേർപെട്ട് വ്യക്തമായ നിലപാട് സ്വീകരിച്ചത്.